Today we discuss about John Robinson's model of growth. Mrs. John Robinson has given her model of growth in her classic book, The Accumulation of Capital in 1956. John Robinson model clearly takes the problem of population growth in a developing economy and analyzes the influence of population on the role of capital accumulation and growth of output. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോൺ റോബിൻസന്റെ മോഡൽ ഓഫ് ഇക്കണോമിക് ഗ്രോത്ത് ആണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ദ അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റൽ ഇൻ 1956 പബ്ലിഷ് ചെയ്തു. ജോൺ റോബിൻസൺ പോപ്പുലേഷൻ ഗ്രോത്ത്, ഡെവലപ്പിംഗ് ഇക്കോണമിയിലുള്ള പോപ്പുലേഷൻ ഗ്രോത്തിന്റെ കുറിച്ചാണ് സ്റ്റഡി നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ തിയറികൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹി അനലൈസസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് പോപ്പുലേഷന്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ക്യാപിറ്റൽ അക്യുമുലേഷനിലും അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഗ്രോത്തിലും എത്രത്തോളം പോപ്പുലേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്റ്റഡിയുടെ മെയിൻ ഒരു ഫോക്കസ് ഏരിയയാണ്. ദെൻ നമുക്ക് എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള അസംഷൻസ്? നമുക്കറിയാം, ഏതൊരു മോഡലും പഠിക്കുമ്പോൾ അതിനെ ബേസ് ചെയ്യുന്ന കുറച്ച് അസംഷൻസ് ഉണ്ടാവും. ഈ അസംഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ തിയറി പറയാം. ഇപ്പം എന്തൊക്കെയാണ് അസംഷൻസ്? ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് ലേബർ ആൻഡ് ക്യാപിറ്റൽ, ഇത് രണ്ടുമാണ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സ്. പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ലേബറും ക്യാപിറ്റലുമാണ്. അപ്പോൾ പ്രൊഡക്റ്റീവ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, നാഷണൽ ഔട്ട്പുട്ടിലേക്ക് മെയിനായിട്ടും കോൺട്രിബ്യൂഷൻ നടത്തുന്ന രണ്ട് ഫാക്ടേഴ്സാണ് ലേബറും ക്യാപിറ്റലും. സെക്കൻഡ് അസംഷൻ, ഇക്കോണമി അസ്യൂം ടു ബി ക്ലോസ്ഡ് വൺ. എക്കോണമി ഒരു ക്ലോസ്ഡ് ഇക്കോണമി ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദർ ഈസ് നോ ഫോറിൻ ട്രേഡ്. തേർഡ് അസംഷൻ, ടോട്ടൽ വേജ് ബിൽ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ്. എന്താണ് ടോട്ടൽ വേജ് ബിൽ എന്ന് പറയുന്നത്? എന്തിൻ്റെയൊക്കെ പ്രോഡക്റ്റ്, എന്തിൻ്റെ പ്രോഡക്റ്റാണ്? റിയൽ വേജ് റേറ്റിൻ്റെയും ഇൻറ്റു നമ്പർ ഓഫ് വർക്കേഴ്സ്. റിയൽ വേജ് റേറ്റ് ഇൻറ്റു നമ്പർ ഓഫ് വർക്കേഴ്സ് ആണ് ടോട്ടൽ വേജ് ബിൽ. അതും ഒരു അസംഷനാണ്. Then total income is divided between capital and labor. നമ്മൾ പറഞ്ഞു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സേ ഉള്ളൂ, ലേബറും ക്യാപിറ്റലും. അപ്പോൾ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഈ രണ്ട് ഫാക്ടേഴ്സിലേക്കുമായിട്ട് ഡിവൈഡ് ചെയ്യാണ്. അതായത് നമുക്കറിയാം, ലേബറിൻ്റെ ഇൻകം എന്ന് പറയുന്നത് വേജും അതുപോലെ തന്നെ ക്യാപിറ്റലിൻ്റെ ഇൻകം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റും. ഈ രണ്ടിലും കൂടെ ചേരുന്നതാണ് ടോട്ടൽ ഇൻകം. നെക്സ്റ്റ് അസംഷൻ, ദ പ്രൊഡക്ഷൻ ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ ദ ടെക്നോളജിക്കൽ ചേഞ്ചസ്. പ്രൊഡക്ഷൻ ഒരിക്കലും ടെക്നോളജിക്കൽ ചേഞ്ചസ് എഫക്റ്റ് ചെയ്യുന്നില്ല പ്രൊഡക്ഷനെ. ദർ ഈസ് നോ പ്രോഗ്രസ് ഇൻ ടെക്നോളജി. ടെക്നോളജിയിൽ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. പ്രൊഡക്ഷൻ ഒരിക്കലും ടെക്നോളജിക്കൽ ചേഞ്ചസ് എഫക്റ്റ് ചെയ്യുന്നില്ല. ടോട്ടൽ പ്രോഫിറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് പ്രോഫിറ്റ് റേറ്റ് ആൻഡ് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്. ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് റേറ്റും അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡും കൂടെ ചേരുന്നതാണ്. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ടോട്ടൽ പ്രോഫിറ്റ്. ടോട്ടൽ പ്രോഫിറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് എന്തിൻ്റെയൊക്കെ പ്രോഡക്റ്റ് ആണ്? പ്രോഫിറ്റ് റേറ്റ് അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് ആണ് ടോട്ടൽ പ്രോഫിറ്റ്. നെക്സ്റ്റ് വൺ, ദർ ഈസ് കോൺസ്റ്റൻസി ഇൻ പ്രൈസ് ലെവൽ. പ്രൈസ് ലെവൽ കോൺസ്റ്റന്റ് ആണ്. ഇവിടെ തിയറി അസ്യൂം ചെയ്യുന്നത് പ്രൈസ് ലെവൽ കോൺസ്റ്റന്റ് ആണ്. ദെൻ വേജ് ഏർണേഴ്സ് സ്പെൻഡ് ഓൾ ദെയർ വേജ് ഇൻകം ഓൺ കൺസംഷൻ. വേജ് ഏർണേഴ്സ് അവരുടെ ഇൻകം മുഴുവൻ കൺസംഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. While profit takers save and invest all of their profit income. പ്രോഫിറ്റ് ടേക്കേഴ്സ് ആണെങ്കിൽ അവർ എല്ലാം സേവും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റും നടത്തുന്നു. അവരൊന്നും തന്നെ കൺസംഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നില്ല. വേജ് ഏർണേഴ്സ് എല്ലാം അവരുടെ വേജ് മുഴുവൻ കൺസംഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. ബട്ട് പ്രോഫിറ്റ് ടേക്കേഴ്സ് സേവ് ആൻഡ് ഇൻവെസ്റ്റ് ഓൾ ഓഫ് ദെയർ പ്രോഫിറ്റ് ഇൻകം. Capital and labor are combined in a fixed proportion for a given output. ഒരു ഗിവൺ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ക്യാപിറ്റലും ലേബറും കൂടെ കമ്പൈൻ ചെയ്ത് ആണ് ഒരു ഗിവൺ ഔട്ട്പുട്ട് പ്രൊഡക്ഷൻ നടത്തുന്നത്. ദ നാഷണൽ ഇൻകം ഈസ് എ സം ഓഫ് വേജ് ബിൽ ആൻഡ് ടോട്ടൽ പ്രോഫിറ്റ്. നാഷണൽ ഇൻകം എന്ന് പറയുന്നത് വേജ് ബില്ലിൻ്റെയും ടോട്ടൽ പ്രോഫിറ്റിൻ്റെയും സമ്മേഷനാണ്. ദർ ഈസ് നോ സ്കേഴ്സിറ്റി ഓഫ് ലേബർ ആൻഡ് ഓൺടർപ്രണേഴ്സ് ക്യാൻ എംപ്ലോയ് ആസ് മച്ച് ലേബർ ആസ് ദേ വിഷ്. ലേബർ അല്ലെങ്കിൽ ഓൺടർപ്രണേഴ്സ്, ഇതിന് ലേബർ എന്ന് പറയുന്നതിന് യാതൊരു സ്കേഴ്സിറ്റി ഇല്ല. ലേബർ അബൻഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓൺടർപ്രണേഴ്സ് ക്യാൻ എംപ്ലോയ് ആസ് മച്ച് ലേബർ ആസ് ദേ വിഷ്. അവർക്ക് എത്ര ലേബേഴ്സിനെ വേണമെങ്കിലും എംപ്ലോയ് ചെയ്യാം. ഓൺടർപ്രണേഴ്സ് കൺസ്യൂം നത്തിങ്. ഓൺടർപ്രണേഴ്സ് ഒന്നും തന്നെ കൺസ്യൂം ചെയ്യുന്നില്ല. ബട്ട് സേവ് ആൻഡ് ഇൻവെസ്റ്റ് ദെയർ എൻറ്റയർ ഇൻകം ഫോർ ക്യാപിറ്റൽ ഫോർമേഷൻ. ഓൺടർപ്രണേഴ്സ് ഈ ഒരു തിയറിയിൽ നമ്മൾ പറയുന്നത് ഓൺടർപ്രണേഴ്സ് കൺസ്യൂം നത്തിങ് ബട്ട് സേവ് ആൻഡ് ഇൻവെസ്റ്റ് ദെയർ എൻറ്റയർ ഇൻകം ഫോർ ക്യാപിറ്റൽ ഫോർമേഷൻ. അവരുടെ ഇൻകം മുഴുവൻ അവർ സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. ഓൺടർപ്രണേഴ്സ് കൺസംഷന് വേണ്ടി ഒന്നും സ്പെൻഡ് ചെയ്യുന്നില്ല. എല്ലാം ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടിയാണ് സ്പെൻഡിങ് നടത്തുന്നത്.
ഇനി നമുക്ക് ഓപ്പൺ മോഡൽ എന്താണ് ഓപ്പൺ മോഡൽ എന്നുള്ള കോൺസെപ്റ്റിൽ ജോൺ റോബിൻസൺ ഡിസ്കസ് ചെയ്തത്. ഇൻ ആൻ ഓപ്പൺ ഇക്കോണമി ദ കണ്ടീഷൻസ് ഫോർ സ്റ്റഡി ഗ്രോത്ത് ആൻഡ് കണ്ടീഷൻസ് ഫോർ റൈസിംഗ് റേറ്റ് ഓഫ് ക്യാപിറ്റൽ അക്യുമുലേഷൻ വിൽ ബി ഡിസ്കസ്ഡ്. അപ്പോൾ ഇതിൽ ഒരു സ്റ്റഡി ഗ്രോത്ത് അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്യുമുലേഷൻ്റെ റൈസിംഗ് കണ്ടീഷൻസ് ഇതൊക്കെയാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു മിസസ് ജോൺ റോബിൻസൺ, നാഷണൽ ഇൻകം ഈസ് എ സം ഓഫ് ടോട്ടൽ വേജ് ബിൽ ആൻഡ് ടോട്ടൽ പ്രോഫിറ്റ്. നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ടോട്ടൽ വേജ് ബില്ലിൻ്റെയും അതുപോലെ തന്നെ ടോട്ടൽ പ്രോഫിറ്റിൻ്റെയും ഒരു സമ്മേഷനാണ് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം ഈസ് എ സമ്മേഷൻ ഓഫ് ടോട്ടൽ വേജ് ബിൽ ആൻഡ് ടോട്ടൽ പ്രോഫിറ്റ്. ഇനി നമുക്ക് ടോട്ടൽ വേജ് ബിൽ എന്താണെന്ന് പറയാം. ടോട്ടൽ വേജ് ബിൽ എന്ന് പറയുന്നത് റിയൽ വേജ് മൾട്ടിപ്ലൈഡ് ബൈ ദ നമ്പർ ഓഫ് വർക്കേഴ്സ്. ടോട്ടൽ പ്രോഫിറ്റ് ആർ ഈക്വൽ ടു പ്രോഫിറ്റ് റേറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ടോട്ടൽ വേജ് ബിൽ എന്ന് പറയുന്നത് റിയൽ വേജ് മൾട്ടിപ്ലൈഡ് ബൈ നമ്പർ ഓഫ് വർക്കേഴ്സും ടോട്ടൽ പ്രോഫിറ്റ് ആർ ഈക്വൽ ടു പ്രോഫിറ്റ് റേറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. ഈ ഒരു റിലേഷൻഷിപ്പിനെ നമുക്ക് ഒരു സിംബോളിക് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം. പി വൈ ഈക്വൽ ഡബ്ല്യു എൻ പ്ലസ് പൈ പി കെ. ഈ ഒരു സിമ്പല് പൈ റെപ്രസെൻറ്റ് ചെയ്യാനാണ് കൊടുത്തിരിക്കുന്നത്. പി എന്ന് പറയുന്നത് ആവറേജ് പ്രൈസ് ലെവലാണ്, വൈ നെറ്റ് നാഷണൽ ഇൻകം, ഡബ്ല്യു നെറ്റ് മണി വേജ് റേറ്റ്, എൻ എമൗണ്ട് ഓഫ് ലേബർ എംപ്ലോയിഡ്, കെ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്, പൈ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ അതാണ് റിലേഷൻഷിപ്പ്. പി വൈ ഈക്വൽ ഡബ്ല്യു എൻ പ്ലസ് പൈ പി കെ. ഓരോന്നും എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കണ്ടു. ഇനി ഇക്വേഷൻ നമ്മൾ ഒന്നും കൂടെ എടുത്തെഴുതിയിരിക്കുകയാണ്. പി വൈ ഈക്വൽ ഡബ്ല്യു എൻ പ്ലസ് പൈ പി കെ. ഇതിൽ നമുക്ക് വൈ ലെഫ്റ്റ് സൈഡിൽ തന്നെ കീപ്പ് ചെയ്യാം, ബാക്കി നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. വൈ ഈക്വൽ പിന്ന് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊടുക്കുന്നു, ഡബ്ല്യു എൻ ഡിവൈഡഡ് ബൈ പി പ്ലസ് പൈ പി കെ ഡിവൈഡഡ് ബൈ പി. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് തന്നെ ഇവിടെ ഒരു പിയും താഴത്തെ ഒരു ഡിനോമിനേറ്റർ ആയിട്ട് പി ഉള്ള പിയും ഡിവൈഡ് ചെയ്ത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞ് നമുക്ക് ബാലൻസ് ഉള്ളതെന്നാണ് പൈ കെ. ഇനി പൈ കെ ഈക്വൽ നമുക്ക് എങ്ങനെ എഴുതാം? വൈ മൈനസ് ഡബ്ല്യു ബൈ പി എൻ. ദെൻ പൈ ഈക്വൽ y minus w by pn whole divided by k. Dividing both sides by n, നമുക്ക് ഇനി n കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ ഒരു എല്ലാ വേരിയബിൾസിനെയും നമുക്ക് n കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പൈ ഈക്വൽ y by n മൈനസ് w by p into n by n divided by k by n. Okay, y by n minus w by p into n by n whole divided by k by n. അപ്പോൾ ഇവിടെ w by p n by n എന്നുള്ളതിൽ n ഉം ക്യാൻസൽ ആയി പോയി. അപ്പോൾ w by p എന്ന് മാത്രം എഴുതി. ഇനി y by n പകരമായിട്ട് y by n എന്ന് പറയുന്നത് റോ ആയിട്ടാണ് പറയുന്നത്. റോ y by n പകരമായിട്ട് റോ എന്നുള്ള സിമ്പിൾ ഉപയോഗിക്കാം. മൈനസ് w by p അതുപോലെ തന്നെ എഴുതാം. k by n പകരമായിട്ട് തീറ്റ എന്നുള്ള സിമ്പിളും കൂടെ കൊടുക്കാം. ഓക്കെ, പൈ ഈക്വൽ റോ മൈനസ് w by p ഡിവൈഡഡ് ബൈ തീറ്റ. y by n എന്ന് പറയുന്നതാണ് റോ, ലേബർ പ്രൊഡക്ടിവിറ്റിയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. w by p എന്ന് പറയുന്നത് റിയൽ വേജ് റേറ്റ് ആണ്. തീറ്റ എന്ന് പറയുന്നത് k by n ആണ്, ക്യാപിറ്റൽ ലേബർ റേഷ്യോ. k by n ക്യാപിറ്റൽ ലേബർ റേഷ്യോ. ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷനും അതുപോലെ തന്നെ കെയ്ൻസിൻ്റെ ഇൻകം റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകത്തിൻ്റെ നമുക്കറിയാം, ഇൻകം y = C+i ആണ്. കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ആണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്കിതിൽ ഒരു ഇക്വേഷനും കൂടെ ഫോം ചെയ്യാനുണ്ട്. y = C+i. ഓക്കെ, അതാണ് കെയ്ൻസിൻ്റെ ഒരു ഇക്വേഷൻ എടുത്തിരിക്കുകയാണ്. അക്കോർഡിംഗ് ടു
Miss John Robinson, savings must be equal to total profit. Saving equal to total profit. The saving in a given period are equal to capital investment multiplied by rate of profit. Savings total profitന് equal ആണ് എന്ന് കാണിക്കാനായിട്ട് നമുക്ക് S equal pi into K. I is simply increase in real capital. അപ്പോൾ S equal pi into K എന്ന് എഴുതി. I equal delta K എന്ന് കൊടുത്തു. Substituting value S and I in saving investment function S equal to I ആണ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാനുള്ളതാണ്. അതിൽ എസിന് പകരമായിട്ട് നമുക്ക് പൈ കെ എന്ന് കൊടുക്കാം. ഈക്വൽ ഐക്ക് പകരമായിട്ട് ഡെൽറ്റ കെ എന്ന് കൊടുക്കാം. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പൈ ഈക്വൽ ഡെൽറ്റ കെ ഡിവൈഡഡ് ബൈ കെ എന്ന് എഴുതാം. ഈ ഒരു ഇക്വേഷനിൽ പ്രോഫിറ്റ് റേറ്റ് ഈക്വൽ ടു ഗ്രോത്ത് റേറ്റ് ഓഫ് റിയൽ ക്യാപിറ്റൽ. പ്രോഫിറ്റ് റേറ്റ് ഈക്വൽ ഗ്രോത്ത് റേറ്റ് ഓഫ് റിയൽ ക്യാപിറ്റൽ. അപ്പോൾ നമ്മളിവിടെ പൈ ഈക്വൽ ഡെൽറ്റ കെ ബൈ കെ ആണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് പറയാം, നേരത്തെ നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്ത് കൊടുത്തു. പൈ ഈക്വൽ റോ മൈനസ് ഡബ്ല്യു ബൈ പി ഹോൾ ഡിവൈഡഡ് ബൈ തീറ്റ എന്നുള്ളൊരു സിമ്പിൾ നമ്മളിവിടെ എഴുതി, ഒരു ഇക്വേഷൻ എഴുതി. അത് രണ്ടും നമ്മളിവിടെ എഴുതി വച്ചിരിക്കുകയാണ്. ഇനി ക്ലോസ്ഡ് മോഡലാണ്. ക്ലോസ്ഡ് മോഡലിൽ ക്ലോസ്ഡ് എക്കോണമിയിൽ നമ്മളിപ്പോൾ ഓപ്പൺ എക്കോണമിയുടെ കേസാണ് ഈ ഇക്വേഷൻ കണ്ടത്. ഒരു ക്ലോസ്ഡ് എക്കോണമി ആണെങ്കിൽ കോൺസെപ്റ്റ് ഓഫ് ഗോൾഡൻ ഏജ് ആൻഡ് പ്ലാറ്റിനം ഏജ് ആർ ടു ബി ഡിസ്കസ്ഡ്. ഇൻ simple words, golden age is a situation of smooth, steady growth with full employment arising out of the equality of desired and possible rate of accumulation that has been designed by Mrs. John Robinson as the golden age equilibrium. Golden age equilibrium എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒരു സ്മൂത്ത് ആൻഡ് സ്റ്റഡി ഗ്രോത്ത് ആണ്. ഗോൾഡൻ ഏജ് എന്ന് പറഞ്ഞ സിറ്റുവേഷൻ സ്മൂത്ത് ആൻഡ് സ്റ്റഡി ഗ്രോത്ത് വിത്ത് ഫുൾ എംപ്ലോയ്മെന്റ്. അതുപോലെ തന്നെ ഒരു ഡിസയേർഡ് റേറ്റ് ഓഫ് അക്യുമുലേഷനും പോസിബിൾ റേറ്റ് ഓഫ് അക്യുമുലേഷനും തമ്മിലുള്ള ഈക്വൽ ആവുന്ന പോയിന്റാണ് ഗോൾഡൻ ഏജ് ഇക്വിലിബ്രിയം. ഡിസയേർഡ് റേറ്റ് ഓഫ് അക്യുമുലേഷൻ ആൻഡ് പോസിബിൾ റേറ്റ് ഓഫ് അക്യുമുലേഷൻ, ഇത് രണ്ടും ഈക്വൽ ആവുന്ന പോയിന്റ്, ദാറ്റ് ഈസ് ഗോൾഡൻ ഏജ് ഇക്വിലിബ്രിയം. നമുക്ക് പറയാം, ടു അച്ചീവ് ഫുൾ എംപ്ലോയ്മെന്റ് ഓഫ് ലേബർ the growth rate of population must be equal to growth rate of capital. Delta n by n equal delta k by k. The concept of golden age implies that എന്താണ് golden age എന്ന് പറയുന്ന ആ ഒരു പോയിന്റിന്റെ പ്രത്യേകത നമ്മൾ കണ്ടു. when the rate of growth of labor and capital are equal, ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും ഗ്രോത്ത് ഈക്വൽ ആണ്. there is full utilization of capital in the economy. ഇക്കോണമിയിലുള്ള ക്യാപിറ്റൽ ഫുൾ യൂട്ടിലൈസേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പീരീഡിനെ ഗോൾഡൻ ഏജ് is an indicator of full employment. Golden age is the indicator of full employment level. The concept of golden age implies that there must be equality. Golden age എന്ന പോയിന്റിൽ there must be equality in actual, warranted and natural growth rate. ഇതെല്ലാം ഈക്വൽ ആവുന്ന ഒരു പൊസിഷനെയാണ് നമ്മളിവിടെ ഗോൾഡൻ ഏജ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അടുത്തതായിട്ട് നമുക്കൊരു ഗ്രാഫിക്കലായിട്ടുള്ള ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ ആണ്. ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷനിൽ നമുക്ക് ക്യാപിറ്റൽ ലേബർ റേഷ്യോ എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, വൈ ആക്സിസിൽ നമുക്ക് ഔട്ട്പുട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ y ഇസിക്കൽ ടു എഫ് ഓഫ് എൻ കെ എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ആ പ്രൊഡക്ഷൻ ഫംഗ്ഷനും ഇതിൽ നമുക്ക് നോക്കാം. ക്യാപിറ്റൽ ലേബർ റേഷ്യോ ഈസ് ഇലിസ്ട്രേറ്റഡ് along positive direction of x-axis and wage rate of labor on y-axis.